അല്ല, നിങ്ങൾ ഇതൊക്കെ സമരത്തിന് പോയിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ഇവിടെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതല്ലാതെ ഈ സമരങ്ങൾ മൂലം നിങ്ങൾ എന്ത് മാതൃകയാണ് നിങ്ങളുടെ കാര്യത്തിൽ വന്നപ്പോൾ സ്വീകരിച്ചത്? അത് അവർ ചെയ്തില്ല എന്ന് നമുക്കിപ്പോൾ ചോദിക്കാമല്ലോ അവരോട്. മുകേഷിന്റെ കാര്യത്തിലോ മറ്റുള്ളവരുടെ കാര്യത്തിലോ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾ എടുത്തൊരു നടപടി എന്താണ്? കോൺഗ്രസിൽ നിന്ന് ഈ കാലാവധി പറയാതെ അവിടുത്തെ ഭരണഘടന നോക്കാതെ ഒരു സസ്പെൻഷൻ എടുത്തതോ? അതുപോലെ അവർ ഇരിക്കുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു സ്വതന്ത്രനെ അവർക്ക് എന്ത് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മറ്റു ഇനി പാർട്ടികളിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവർ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ കാര്യങ്ങൾ തീരുമോ? അതാണോ മാതൃകാപരമായ നടപടി? പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇത് രണ്ടും മാതൃകാപരമായ നടപടി തന്നെയാണ്. ഈ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയതിന് എന്ത് തെളിവാണുള്ളത്? എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്തത്? സ്പീക്കർക്ക് അത് എഴുതി കൊടുത്തോ? സ്പീക്കർക്ക് എഴുതി കൊടുക്കും. നിയമസഭാ സമ്മേളനം 15-ാം തീയതി വരുന്നത്, അതിനിടയ്ക്ക് എഴുതി കൊടുക്കും. പണ്ട് CPM-ന്റെ സെക്രട്ടറി ശ്രീ ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ കേസൊക്കെ അസ്ഥാനത്താണ് എന്ന് ഏതെങ്കിലും കാരണവശാൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ MLA സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന് ഗോവിന്ദ മാഷ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചാൽ. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് കോൺഗ്രസ് ഒരു മാതൃകാ കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടിയാണെന്നും കോൺഗ്രസ് CPM അല്ല എന്നും ഞങ്ങൾ ഇപ്പുറത്ത് പ്രതിപക്ഷത്തൊരു ബദലായി CPM-നെ എതിർക്കാൻ നിൽക്കുന്ന പാർട്ടിയാണെന്നൊക്കെ നിങ്ങൾ ഇനി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തിനാണ്? നിങ്ങളെല്ലാം മാതൃകയാക്കുന്നത് ഗോവിന്ദ മാഷ് പറയുന്നതാണ്, CPM എടുത്ത് പോരുന്ന കാര്യങ്ങളാണ്, അവിടെ എടുത്ത നടപടികളാണ്. നിങ്ങൾക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. ഒന്നുകിൽ നിങ്ങൾ സമ്മതിക്കണം, ഇതാണ് ശരിയായ രീതി. അവർ ചെയ്യുന്നതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണ് സ്വാഭാവികമായി ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിനപ്പുറം ഒരു സമരം കാണിച്ച് ആളുകളെ ഈ രീതിയിൽ കബളിപ്പിക്കാൻ നിന്നത് നിങ്ങളാണ്. അത് ചെയ്യേണ്ടതില്ലായിരുന്നു. നിങ്ങൾ പൊതുജനങ്ങളോട് മാപ്പ് പറയണം. അതാണ് ഒന്നുകിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു മാതൃക ഇവിടെ കാണിക്കണം. മുകേഷിനെതിരെ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ അന്നത്തെ ജില്ലാ സെക്രട്ടറി സഖാവ് PK ഗുരുദാസനെതിരെ ഞങ്ങൾ തടയാൻ പോയിട്ടില്ല. അതൊരു വാസ്തവമാണ്. കാരണം ഞങ്ങളുടെ പ്രശ്നം മുകേഷ് ആയിരുന്നു. ഇന്ന് DYFI ചെയ്തതുപോലെ ഷാഫി പറമ്പിലിനെ തടയുക, ഷാഫി പറമ്പിൽ അടിക്കുക, ഷാഫി പറമ്പിലെ പരിവാഹ നായ എന്നും പട്ടി എന്നും വിളിക്കുക, ആ ഏർപ്പാടൊന്നും ഞങ്ങൾ ചെയ്തില്ല. അല്ല, PK ഗുരുദാസൻ അവിടെ അന്ന് ഈ പറയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്ത് അവരെ എങ്ങനെയെങ്കിലും കളത്തിലിറക്കാൻ വേണ്ടി അവരെ ഗ്രൂപ്പ് യോഗങ്ങളൊക്കെ ചേർന്ന് അവിടെ മുകേഷിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അവിടെ എന്തെങ്കിലും പരിപാടി നടത്തിയോ? അതിനുശേഷം എന്തെങ്കിലും തരത്തിൽ സമരം ചെയ്ത ആളുകളെ പോയി ജയിലിൽ പോയി കണ്ടോ? അങ്ങനെയൊക്കെ ചെയ്തോ? അതൊന്നും സംഭവിച്ചില്ലല്ലോ. PK ഗുരുദാസൻ അന്നത്തെ CPM നേതാവ് എന്ന നിലയ്ക്ക് മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ മറ്റൊരു രീതിയിൽ അതിനെ കാണരുത്. ഷാഫി പറമ്പിൽ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ജോലി ചെയ്തിട്ടുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട നടപടി കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് വിയോജനക്കുറിപ്പോ എതിരഭിപ്രായങ്ങളോ ഒന്നുമില്ല. റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സമരമാണ്. ആ സമരത്തിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളെ ഔദ്യോഗികമായി തന്നെ സന്ദർശിക്കാൻ യാതൊരു പ്രയാസവുമില്ല. പിന്നെ ഗ്രൂപ്പ് യോഗത്തിനൊക്കെ ഇന്നലെ തന്നെ നനഞ്ഞ പടക്കമായി തീർന്നതല്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ അതിനെ ഏറ്റുപിടിക്കുന്നത്? അല്ല, എനിക്ക് ഒറ്റ കാര്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത അതിഥികളിലേക്ക് ഒന്ന് പോകാം. ഈ പറഞ്ഞ മാതൃക എന്താണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കാണിച്ചത് എന്നതാണ് എനിക്കൊന്ന് അറിയേണ്ടത്. മുകേഷിനോട് കാണിക്കാത്ത, CPM-ലെ മറ്റൊരാളോടും CPM കാണിക്കാത്ത മാതൃകയാണ് കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയെ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് പൂർണ്ണമായി മാറ്റി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്നുള്ളത് പാർട്ടി ആലോചിക്കും. ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം മാതൃകാപരം